ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പൊ ഞങ്ങൾ വിനീതയുടെ വീട്ടിൽ വന്നേക്കാണ്. രാവിലെ എണീറ്റ് ചായ ഒക്കെ കുടിച്ച് കടവിലൊക്കെ പോയി വീടിന്റെ മുറ്റത്തിരിക്കാട്ടോ പിടിച്ചു. അതെ, ഇന്നലെ വൈകിട്ട് മീനൊക്കെ പിടിച്ചു. അത് നിങ്ങൾ ഷോർട്സിൽ കണ്ടു കാണുമല്ലോ. നമ്മുടെ ജിയാദ് എഴുന്നേറ്റ് പോയി. ജിയാദ് പോയി. ജിയാദിനൊരു നാണം, ഒരു ചിരി. അപ്പൊ ഞങ്ങള് ബോട്ടിൽ പോവും. അതെ, കുറെ സ്ഥലത്ത് പോകുന്നുണ്ട്. വിനീതയുടെ അച്ഛനും എല്ലാരും ഒരു ബോട്ടും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ എല്ലാം പോകുന്നുണ്ട്. രാവിലെ ഇനി ഫുഡ് ഉണ്ടാക്കണം. വിനീത അകത്ത് ഫുഡ് ഉണ്ടാക്കുന്നതിന് തിരക്കിലാണ്. ഞങ്ങൾ വെളിയിൽ വന്നിങ്ങനെ ഇരിക്കും. നല്ല രസം അവിടെ കാണിച്ചു നോക്ക്. ഇവിടെ അത് ഇവിടെ നമ്മൾ കാണത്തില്ല. മെയിൻ ആയിട്ടൊരാളുണ്ട് വിനീതയുടെ പട്ടി. നോക്ക് വരുന്നത് കാണിച്ചേ. ഡുങ്കൂസ് ഒന്ന് നോക്കിയടാ. ഡുങ്കൂസ്. ഓ വീട്ടിൽ ഡുങ്കു അല്ല, എന്നാ വേറെന്തോ ഡിങ്കു ഡുങ്കു എന്നാണ് പേര്. അപ്പം ഞങ്ങൾക്ക് അവനെയാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. പക്ഷെ അവൻ 9 പേര് കടിച്ചിട്ടുണ്ട്. അത് കാരണം ഞങ്ങൾ തൊടാൻ പോയിട്ടില്ല. വീഡിയോസ് ഒക്കെ പയ്യെ കാണാം. അതെ അതെ, ഇത് എന്താണ്, ഇനി ഞങ്ങൾ പോയി ചായ കുടിച്ചിട്ട് ഞങ്ങൾ പുറത്തോട്ട് കാണാൻ ഇറങ്ങുന്നുണ്ട്. അപ്പൊ ബാക്കി കാണാം. ഫോട്ടോ അല്ല, ഒന്ന് ഹായ് പറഞ്ഞേ. ഹായ് പറഞ്ഞേ. ചാച്ച ഉമ്മ തന്നോ? ചാച്ച ഉമ്മ. നമ്മള് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും കേട്ടോ. കക്കയിറച്ചി, കരിമീന്, കപ്പ അതാണല്ലോ കാണിക്കുന്നത്, കപ്പ കാണിക്കുന്നത്. പിന്നെ ഞങ്ങൾ കരിമീൻ ചെയ്ത് തിന്നോണ്ടിരിക്കും. വിനീത എല്ലാം എടുത്തോണ്ട് വരുന്നു. മീൻ വറുത്തോണ്ടിരിക്കുന്നു. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെയാണ് വിനീത നടന്നോണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ കഴിക്കാൻ പോവാണേ. നല്ല ടേസ്റ്റാ. നിർത്തിയോ? മതി മതി, എടി ഞാൻ കപ്പ ഇച്ചിരി കൊണ്ടിട്ട് മതി. സൂപ്പർ ടേസ്റ്റോ. അത് നോക്ക് യൂട്യൂബ്. എനിക്ക് ക്യാമറ ബേസ് ഇല്ല. ഇല്ല. ഇതാണ് നമ്മുടെ വിനീത മോളുടെ ഡാഡി ഗിരിജ. അമ്മ, ഇത് മമ്മി, ആങ്ങളാ. ഞങ്ങളെല്ലാരും കൂടിയാണ് ഇവിടെ പോകുന്നത്. എന്തോ ഇതെല്ലാരും കൂടെ പോവാണ്. ഞങ്ങൾ എല്ലാരും ഒരുമിച്ചാണ് പോകുന്നത്. നമുക്കപ്പോ കാണാം. യാത്ര പോകുന്ന വഴി കാണാം. ഉണ്ണി വെള്ളമൊക്കെ പിടിച്ച്, കൈ ചിപ്സ് ഒക്കെ പിടിച്ച്. എടി ഇത് രണ്ട് മതി. ഇത് മതി. എന്റെ മോനെ അങ്ങോട്ട് പോകുമ്പോ മാങ്ങിച്ചാ പോരെ. എല്ലാരും നടന്നു നീങ്ങുകയാണ്. ഇവിടെ നിന്നുള്ളൊരു ഭയങ്കര വെയിലാണ് രാവിലെ തന്നെ. ഞങ്ങൾ ഇങ്ങനെ കിടന്നും ഇരുന്നൊക്കെ പോവുകയാണ്. ഇപ്പൊ പെട്രോൾ മേടിക്കാൻ വേണ്ടി പോയിക്കുവായിരുന്നു. ഇതണ്ടേ പോന്നു പെട്രോളും കൊണ്ട്. മണിയും ജിയാദും ഇവിടെ ഇരിക്കുന്നു. വിനീതമോളുടെ സ്വന്തം നാടായതുകൊണ്ട് വിനീതമോൾ അതിന്റെ ഒരു പള്ളിയിലൊക്കെ ഇരിക്കുവാണ്. എവിടെയും കണ്ടിട്ടില്ല. ഇതാണ് പോപ്പിയുടെ കയ്യിരിക്കുന്ന പോപ്പിയുടെ കൊച്ച്. ഇതാണ് പോപ്പിയുടെ. അപ്പം ഞങ്ങളിനി എവിടെ പോകുന്നതെന്ന് അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ഏത് വഴിയിലും ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചിരിക്കുവാണ്. ഒരു പട്ടി അവിടെ നിന്ന് കുരയ്ക്കുന്നുണ്ട്. ഇങ്ങോട്ട് നോക്ക്. ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് പകുതി ആയതേ ഉള്ളൂ. കുറേ ഉണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. എന്താ പറയുന്നത്, ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കുവാണ്. സത്യം പറഞ്ഞാൽ കായലെത്തി കേട്ടോ. അപ്പൊ കായലെത്തിയപ്പം ഒരു ബോട്ട് അല്ലാണ്ട് പോയി. അപ്പം സത്യം പറഞ്ഞാൽ ഞങ്ങൾ മേടിച്ചു. പണി ഇവിടെ കിടന്നു ഇരുന്നും ഒക്കെ വീഡിയോ ചെയ്തിരിക്കുവാണ്. ഓണം തന്നെ ഇപ്പൊ എല്ലാം കൂടെ പൊങ്ങി പൊങ്ങി താന്നു. ജിയാദാണ് നമ്മുടെ. വിനീത മോളൊക്കെ
കുട്ടനാട്ടിലെ പ്രകൃതി രമണീയമായ സ്ഥലമാണ് ചെയ്യാനാ. ഞങ്ങളിവിടെ ബോട്ട് നിർത്തി ഇറങ്ങി. ചുമ്മാ ഇരിക്കുവാണ് നോക്കൂ. ഞങ്ങളിത് കാലാട്ടി. അതെ, ഞങ്ങൾ ഇവിടെ ചുമ്മാ വന്നിങ്ങനെ ഇരിക്കും. ഇത് കാലൊക്കെ ആട്ടി നോക്ക്. ഇവന്മാരൊക്കെ ആട്ടുന്നു. ഇത് ഞാൻ ആ ഷൂട്ടുണ്ട്, ഞാൻ ആട്ടുന്നില്ല. ഇത് വൈകിട്ട് ഫുഡ് കഴിക്കാൻ പോവാടെന്ന് അറിഞ്ഞിട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞു. അതെ 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 അതെ. മണി ഇതേണ്ട പൊറോട്ട ഇട്ട് ചീക്കൊണ്ടിരിക്കുന്നു. ജിയാദ് ഇതേണ്ട ഇവിടെ നിൽപ്പുണ്ട്. ഇത് വിനീത ഉണ്ടാക്കിയ മുട്ടക്കറിയാണ് കേട്ടോ. അത് കൂട്ടാൻ എനിക്കൊരു ഇതില്ലാത്തതുകൊണ്ട് ഞാൻ ചിക്കൻ കറി കൂട്ടാന്ന് വിചാരിച്ചു. ഞാൻ പിന്നെ കൂട്ടും. ഉണ്ണിയാണെങ്കിൽ തട്ടോ ഭയങ്കര തട്ടാണ്. ഞങ്ങളപ്പോ തിരിച്ചു പൊക്കോണ്ടിരിക്കുവാണ്. വിനീതയുടെ വീട്ടുകാരോടുള്ള ഒരു യാത്ര പറഞ്ഞാൽ തിരിച്ചു പോവാണ്. ഞങ്ങള് ചങ്ങനാശ്ശേരി വരെ വള്ളത്തിലാണ് പോകുന്നത്. ദേ വിനീഷ് മോൻ. ഞങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവാണ്. ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ നിൽക്കുവാണ്. നോക്കുന്നു. ഞങ്ങൾ 2 മണിക്ക് ഇറങ്ങാൻ പ്ലാൻ ചെയ്താ, പക്ഷെ 3:10 അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇത്ര സമയമായി. പക്ഷെ അവിടെ നിന്ന് ആരും ഞങ്ങളെ വിടുന്നില്ലായിരുന്നു. ഇത് ചെയ്യാതെ ഞങ്ങൾ ഞങ്ങളോട് പോകേണ്ട നാളെ പോകാൻ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ പോകുന്നു. സാഹചര്യങ്ങൾ മൂലം ഞങ്ങളെ നിർബന്ധിക്കുമായിരുന്നു ഒന്നും കൂടെ ഇവിടെ നിൽക്കും. പിള്ളേരെ അവിടുത്തെ എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനിയായി പോയി. വള്ളത്തിലൊക്കെ കയറി. ഉണ്ണിയൊക്കെ ഒരു കാല് വെള്ളത്തിൽ ഒരു കാല് ഭിത്തിയും കൂടെ കയറ്റി വെച്ചേക്കുമായിരുന്നു. എന്ത് ചെയ്യാൻ നമുക്കറിയാം. നമ്മൾ ആദ്യമായിട്ട് വെള്ളത്തിൽ കയറി. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. രസമായിരുന്നു. അവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. നമ്മുടെ ക്രിസ്മസ് ആഘോഷം ഇവിടെ തീരുവാണ്. ഇനി നാളെ തൊട്ട് ജോലി, ഓഫീസ് ജോലി അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാമായിട്ട് പോകണം. അപ്പോൾ ഓക്കെ, ഞാൻ അത് വെള്ളം കുടിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇത്രേ ഉള്ളൂ. വേറൊന്നുമില്ല. നമ്മുടെ ഇത്രേ ഉള്ളൂ. ഇന്നലത്തെ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇന്നലെ ഞങ്ങൾ തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചിടത്ത് പോയിട്ടുണ്ടായിരുന്നു. അതൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഫോൺ എടുക്കാതെ പോയത്. അത് കാരണം ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ വരെ ബൈ.